മലപ്പുറം പൊളിറ്റിക്കൽ ലീഗ് അതിന്റെ പരമാവധിയിലേക്ക് ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു. ഇന്നേക്ക് ഇനിയിപ്പോൾ 5 ദിവസം, ഇന്നേക്ക് 5-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. ഒരു ദിവസം നിശബ്ദ പ്രചരണം, ബാക്കി ഇനി പരസ്യ പ്രചരണത്തിന് 3 ദിവസം മാത്രമാണ്. അതുകൊണ്ട് പരമാവധി വിഷയങ്ങൾ അങ്ങനെ കൂട്ടപ്പൊരിക്കൽ എന്ന് പറയില്ലേ, ആ കൂട്ടപ്പൊരിക്കൽ അവസ്ഥയിലേക്ക് നമ്മൾ ഇവിടെ കടന്നു വന്ന സ്ഥലങ്ങളിലൊക്കെ ആ കൂട്ടപ്പൊരിക്കൽ നമുക്ക് പ്രകടമാണ്. അപ്പൊ പെരിന്തൽമണ്ണ ഇപ്പോൾ മലപ്പുറം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മലപ്പുറം എന്ന് പറഞ്ഞാൽ UDF-ന്റെ ഉറച്ച കോട്ട എന്നൊക്കെ പറയാം. ഒരു പരിധിവരെ ശരിയുമാണ്. പക്ഷേ ചില മണ്ഡലങ്ങൾ അങ്ങനല്ല. സ്വിംഗ് മണ്ഡലങ്ങളുണ്ട്. അതിൽപ്പെട്ട കൃത്യമായി പറയാം, അതിൽപ്പെട്ട ഒരു മണ്ഡലമാണ് പെരിന്തൽമണ്ണ മണ്ഡലം. അവിടെ കഴിഞ്ഞ തവണ നജീബ് കാന്തപുരം ജയിച്ചു, ശരിയാണ്. പക്ഷേ നാരോത്തിൻ മെജോറിറ്റി എത്രയാണ്? കേവലം 38 വോട്ട് എന്ന് പറഞ്ഞാൽ 38 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ MLA ആണ് നജീബ് കാന്തപുരം എന്ന് പറഞ്ഞാൽ ആ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഏറ്റവും ഭൂരിപക്ഷം കുറഞ്ഞ MLA ആണ്. അപ്പൊ ഇക്കുറി ആ 38 വോട്ട് എന്നുള്ളത് 380 അല്ല, 3800 അല്ല, അതിന് മുകളിലേക്ക് ഭൂരിപക്ഷം പോകുമെന്നാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ പറ്റിയ 38 വോട്ടിന്റെ ഒരു തെറ്റ് ഇക്കുറി LDF കഴിഞ്ഞ തവണ നജീബ് ചങ്കിടിച്ച് ജയിച്ച മണ്ഡലമാണ്. ഇക്കുറി അത് മാറ്റം ഉണ്ടാകുന്ന അവർ പറയുന്നുണ്ട്. അങ്ങനല്ല, 38 വോട്ട് തെറ്റ് തിരുത്തുന്ന LDF പറയുന്നുണ്ട്. എന്താണ് ഒരു വൈബ്? എന്താണ് ആൾക്കാരൊന്നും പിടിതരുന്നില്ല? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏകദേശം 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ന് പെരിന്തൽമണ്ണ മണ്ഡലത്തിലുണ്ട്. 33 പതിറ്റാണ്ടിന് ശേഷം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി UDF തിരിച്ചെടുക്കുകയും ചെയ്തു. ആ ആത്മവിശ്വാസം UDF-നുണ്ട്. പക്ഷേ 1957 തന്നെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലമുണ്ട്. പാലക്കാടിന്റെ ഭാഗമായിരുന്നു ആദ്യമൊക്കെ. ആ ഘട്ടങ്ങളിലൊക്കെ LDF-ന്റെ കൂടെയായിരുന്നു ഈ മണ്ഡലം നിന്നത്. പിന്നീട് 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുന്നു. ജില്ല രൂപീകരിച്ചത് മുതൽ 2001 വരെ തുടർച്ചയായി 30 വർഷത്തോളം കാലം മുസ്ലിം ലീഗ് തന്നെയായിരുന്നു ഇവിടെ ജയിച്ചു പോന്നിരുന്നത്. 2006-ൽ ഇപ്പോഴത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള ശശികുമാർ കൂടി അവരുടെ മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ്. അന്ന് നല്ല ഭൂരിപക്ഷം അവർ നേടി. 14,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശശികുമാർ ഈ മണ്ഡലം 2006-ൽ നേടിയെടുക്കുന്നത്. പിന്നീട് 2011-ൽ മുസ്ലിം ലീഗ് വേറൊരു കളി കളിച്ചു. LDF-ൽ നിന്ന് മഞ്ഞളാംകുഴി അലിയെ തിരികെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. 2011-ൽ ആ മണ്ഡലം വീണ്ടും അവർ തിരികെ പിടിക്കുകയാണ്. 2016-ലും 2021-ലും അവർ മണ്ഡലം തിരിച്ചുപിടിച്ചെങ്കിലും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ ഈ ഭൂരിപക്ഷം നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്നതാണ്. ഹാഷ്മി പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വെറും 38 വോട്ട് എന്ന് പറയുന്നത് കേരള നിയമസഭയിലെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ്. അതിന് മുമ്പ് നടന്ന 2016-ലായാലും 597 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മഞ്ഞളാംകുഴി അലി ജയിച്ചു വരുന്നത്. ഇതിനൊക്കെ മറികടന്നുകൊണ്ട് ജയിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം LDF ക്യാമ്പിനുണ്ട്. കാരണം LDF-ന് പ്രത്യേകിച്ച് EMS ഒക്കെ ജനിച്ചു വളർന്ന ഏലംകുളമൊക്കെ ഈ ഭാഗത്താണ്. ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിന്റെ അതാണ് UDF-ന്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതാണ്